ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. അങ്ങനെ മമ്മൂക്കയുടെ കോമഡി ഡ്രാമ സീരീസിലുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ മൂന്നാമത്തെ ചിത്രം പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് 2010 പുറത്തു വന്ന ചിത്രം. ഡയറക്റ്റഡ്, പ്രൊഡ്യൂസ്ഡ് ആൻഡ് സ്ക്രീൻ പ്ലേ ബൈ രഞ്ജിത്ത്, ആക്റ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂക്ക. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഒരു പരകായ പ്രവേശമാണ് ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇങ്ങനെ ഒരു ഇൻഡെപ്ത് ആയിട്ട് ഒരു തൃശ്ശൂർക്കാരനായിട്ട് ഒരു ആക്ടറിന് മാറാൻ മലയാളത്തിൽ സീരിയസ്ലി അധികം ആ സ്കില്ലുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്യാരക്ടറിൻ്റെ സ്കിന്നിലേക്ക് കയറുക എന്ന് പറയുന്നത് അതൊരു സിദ്ധിയാണ്. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ ആക്ടിങ്ങും അപ്കമിങ് മൂവീസും ഇപ്പോഴും റിലവൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നത്. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു മിന്നിക്കാൻ പറ്റിയ എല്ലാ രീതിയിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് വേറെ ലെവലായിരിക്കും. അപ്പോൾ അങ്ങനെ തോന്നിയ ഒരു ചിത്രമാണ് എനിക്ക് പ്രാഞ്ചേട്ടൻ. ഇതിനകത്ത് ഒരുപാട് ആക്ടേഴ്സുണ്ട്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടെ പ്രാഞ്ചേട്ടൻ അങ്ങനെ തെറിച്ച് നിൽക്കും നമ്മുടെ മുമ്പിൽ. പ്രാഞ്ചേട്ടൻ്റെ ഓരോ ചെയ്തികളും സംസാരങ്ങളും, എന്താ പറയുക, ഓരോ മൂമെൻറ്റ്സും ഓരോ ചെറിയ റിയാക്ഷൻസും നമ്മുടെ ഇതിൽ ഭയങ്കരമായിട്ട് നിൽക്കും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കിയത് ആ സമയത്ത് ഏഷ്യാനെറ്റ് അവാർഡ്, ഏഷ്യ വിഷൻ അവാർഡ്, വെള്ളി നക്ഷത്ര അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, അമൃത ഫെഫ്ക അവാർഡ്, ഇതിലെല്ലാം ബെസ്റ്റ് ആക്ടർ ഇതിലുണ്ട്. ഇതിലും കൂടുതലുണ്ട് ലിസ്റ്റ്, അങ്ങനെ നീണ്ടു കിടക്കുകയാണത്. ഇതിലെല്ലാത്തിലെയും ബെസ്റ്റ് ആക്ടർ പ്രാഞ്ചേട്ടനും മമ്മൂക്കയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, അങ്ങനെ എന്തൊക്കെയോ കാറ്റഗറിയിലും ഈ ഫിലിമിന് വേറെ അവാർഡ്സ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ബെസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ചിത്രം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എല്ലാ പ്രത്യേകതയും പ്രാഞ്ചേട്ടൻ എന്ന തൃശ്ശൂർക്കാരനാണ്. കാത്തിരുന്നൊരു പുണ്യാളനെ കിട്ടിയിട്ട് പുണ്യാളൻ ചോദിക്കുന്നുണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കഥയിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അരിപ്രാഞ്ചി, പുള്ളിയുടെ ആ പേരിലോട്ടുള്ള വിഷമങ്ങൾ, കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ പേര് ഉയർത്തുന്ന രീതിയിൽ പുള്ളി സമ്പാദിച്ച് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ചെറിയ സെറ്റപ്പിലൊക്കെ പുള്ളി ജീവിക്കുന്നു. പുള്ളിയുടെ കുറച്ച് സുഹൃത്തുവൃത്തങ്ങളുണ്ട്. ഒരുപാട് രസകരമായ സുഹൃത്തുക്കളാണ് പുള്ളിയുടേത്. അതിലിപ്പോൾ ഡ്രൈവറായിട്ട് വരുന്ന ടിനി ടോം ആണെങ്കിലും ഉതുപ്പേട്ടനാണെങ്കിലും ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ എരന്ന് ജീവിക്കാതെ മമ്മൂക്കയുടെ നിന്ന് മാത്രം കാശ് വാങ്ങിച്ചിരിക്കുന്ന ഉതുപ്പേട്ടനാണെങ്കിലും ഇന്നസെൻറ്റിൻ്റെ മേനോൻ കഥാപാത്രമാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട് പുള്ളിയെ ചുറ്റിപ്പറ്റി. പുള്ളിയുടെ പഴയ ഹെഡ് മാസ്റ്ററുണ്ട്. അപ്പോൾ ഇവരുമായിട്ടെല്ലാം അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട്. മന്ത്രി, വലിയ കണക്ഷൻസ് ഉള്ള പ്രാഞ്ചി, അവരുടെ അടുത്ത് പോകുമ്പോൾ പെരുമാറുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ആ ബിസിനസ്സിലൊക്കെ പുള്ളി അഗ്രഗണ്യനാണ്. അതായത് അട്ടയുടെ കണ്ണ് കണ്ടവനാണ് പ്രാഞ്ചി ബിസിനസ്സിലെന്നാണ് ഖുഷ്ബുവിൻ്റെ കഥാപാത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, എല്ലാവരെയും ഡീൽ ചെയ്യാൻ പറ്റുന്ന, പക്ഷേ ചെറിയ കോംപ്ലക്സുകളുള്ള, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നോക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു, എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിലിപ്പോൾ പണം ഉണ്ടോ വേണമെന്നില്ല, എല്ലാവരും ഒരു പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അതൊക്കെ വിട്ട് ആ ഷെല്ലൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സ്റ്റേജിൽ കൊണ്ടെത്തിക്കുന്ന, അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്ന, ഈവൻ കുട്ടികളുടെ മാനസിക നില തെറ്റിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരെ മനസ്സിലാക്കേണ്ട രീതി, അതുൾപ്പെടെ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റു ചില ക്യാരക്ടേഴ്സാണ് ശശി കലിംഗ അവതരിപ്പിച്ച കുക്കിൻ്റെ ക്യാരക്ടർ. പുള്ളി ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഷേക്സ്പിയറൻ നോളേജൊക്കെ പുറത്തു വരുന്നൊരിതുണ്ട്. പുള്ളിക്ക് പ്രാഞ്ചേട്ടനെ പറ്റിയും പ്രാഞ്ചേട്ടനും പുള്ളിയെ പറ്റിയും അവർ തമ്മിലുള്ളൊരു ഗിവ് ആൻഡ് ടേക്കും അവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ആ പെർസ്പെക്റ്റീവ് ഒക്കെ നല്ല രസമാണ്. പ്രിയാമണിയുടെ കഥാപാത്രം, ടിനി ടോമിൻ്റെ ഡ്രൈവർ കഥാപാത്രം, എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. മലയാള സിനിമയിലെ ഡീറ്റെയിലിംഗ് എല്ലാം പോത്തേട്ടൻ ബ്രില്യൻസ് ആയിട്ട് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനുശേഷമാണ് ഡീറ്റെയിലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് രണ്ടാമത്തെയോ എത്രാമത്തെയോ കാഴ്ചയിൽ ശ്രദ്ധിച്ചതാണ് ടിനി ടോമിൻ്റെ ഡ്രൈവർ ക്യാരക്ടർ. ഇപ്പം ഒരു റൂമിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ആ ഹെഡ് മാസ്റ്റർ ഇവിടെ വന്നിരുന്നു. കാരണം പുള്ളിയുടെ വണ്ടി, ഡ്രൈവറായിട്ടുള്ള പുള്ളി എപ്പോഴും നോട്ടീസ് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് അറിയാം ഒരു ഡ്രൈവറിന് ഒരു വണ്ടി എപ്പോഴും നോട്ടീസ് ചെയ്യുന്നൊരു സ്കിൽ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ആംബുലൻസ് വരുന്നുണ്ട് 1 കോടി രൂപ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ. ഒരു ഓമ്നി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രൈവറാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ചെറിയ ഡീറ്റെയിലിംഗ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം എക്കാലത്തും ഡീറ്റെയിലിംഗ് എല്ലാ സിനിമാ പ്രവർത്തകരും അവരുടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് തുടങ്ങുന്നത് നമ്മളിപ്പോഴാണെന്ന് മാത്രം. ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു TV വാങ്ങിച്ചുകൊണ്ട് എന്താ പറയുക, പത്മശ്രീ പുരസ്കാരം വരുന്ന ദിവസം ന്യൂസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വരുന്നിടത്തുള്ള ഡീറ്റെയിലിംഗ് എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഇവരിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് കാര്യങ്ങളെല്ലാം നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഉതുപ്പേട്ടൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ടി.ജി. രവിയാണ്. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ബോണ്ടിങ് പ്രാഞ്ചേട്ടന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉതുപ്പേട്ടൻ വന്നിരുന്നിട്ട് ഉപദേശിക്കുന്ന ഒരു രീതി. ഉപദേശം എന്ന് പറഞ്ഞാൽ നെടുനീളൻ ഉപദേശമൊന്നുമല്ല. പക്ഷേ ഒരു നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ പ്രാഞ്ചി എന്ന് ചോദിക്കുന്ന രീതിയിൽ ആ കൺസേൺ, ആ സ്നേഹം അതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ സീനാണെങ്കിലും അതിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ബിജു മേനോൻ്റെ സീൻ, ബിജു മേനോൻ്റെ എന്താ പറയുക, ഇത് അഡിക്റ്റ് ആയിട്ടുള്ളൊരു അഡിക്ഷൻ്റെ പാസ്റ്റും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതും അവിടെയൊക്കെയാണ് ഈ കുട്ടികളുടെ മാനസിക അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവൻ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള വെളിച്ചം വീശുന്ന സീനുകൾ, അതൊക്കെ രസമുണ്ട്. അതൊക്കെ ഈ ഫിലിമിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സിനിമയിൽ ആകെ ഒരു ഫിറ്റിനാവാത്തൊരു കഥാപാത്രമായിട്ട് തോന്നിയത് ജഗതി ചേട്ടൻ്റെ ടീച്ചർ കഥാപാത്രമാണ്. പുള്ളി ചെയ്തിരിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ആവശ്യകതയുണ്ടോ, അതിൻ്റെ ഒരു ലെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്തതുപോലെ എന്തോ ഒരു ഏച്ച് കെട്ടൽ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ പുള്ളി അതിനെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ അത് മാത്രമായിട്ട് എടുത്തു നോക്കിയാൽ പുള്ളി അങ്ങനെ മോശമായിട്ടൊന്നും ചെയ്തില്ല. ഒരുപാട് കാഴ്ചകളിലും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തത്. വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഫീൽ. എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പറയുക. പക്ഷേ അങ്ങനെ പ്രാഞ്ചിയുടെ ഒരു യാത്ര ഫ്ലാഷ് ബാക്കിലൂടെ പോയിട്ട് പറ്റിയ അബദ്ധങ്ങളും കാര്യങ്ങളും പോയ പൈസയും അതിലൂടെ ഉണ്ടായി വന്ന റിലേഷൻഷിപ്പും പ്രാഞ്ചി മനസ്സിലാക്കുന്ന കാര്യങ്ങളും പ്രാഞ്ചി കട്ട് ഓഫായി എന്താ പറയുക പത്മശ്രീ കിട്ടാതാവുമ്പോൾ കട്ട് ഓഫായിട്ട് നിൽക്കുന്ന രംഗങ്ങളും അങ്ങനെ ഒക്കെ ഫൈനലി ഒരു പേരിൽ ഒന്നുമില്ല, നമ്മുടെ ചെയ്തികളാണ് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരാന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഉപദേശത്തിൽ നിന്നും പ്രാഞ്ചി ഡിസൈഡ് ചെയ്യും. പ്രാഞ്ചി ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി പ്രാഞ്ചിയേട്ടൻ അവിടെ വരുമ്പോഴും പുണ്യാളനെ കാണുന്നതിന് മുമ്പും അതൊരു ഇല്യൂഷനാണ്. അത് ശരിക്കും പ്രാഞ്ചി സ്വയം സംസാരിക്കുന്നതായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. അവിടെ അങ്ങനെ ഒരു പുണ്യാളനും ഇല്ല, കല്ലറയിൽ അങ്ങനെ ഒരു ബന്ധുക്കളുടെ സഭയും അവിടെ കൂടുന്നില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാഞ്ചി സ്വയം സംസാരിക്കുന്നു. കാരണം പ്രാഞ്ചി ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇവനെ ഞാൻ എൻ്റെ മകനായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞു എന്നുള്ള ഡിസിഷൻ എടുത്ത് കുടുംബ കല്ലറയിൽ വന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ കുറച്ചുകൂടെ മൈൻഡിലോട്ടൊരു ഇല്യൂഷൻ പോലെ, ഒരു സ്വപ്നം പോലെ വരുന്നൊരു സംഭവം. അതിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടാൽ മതി എന്നാണ് എൻ്റെ മൈൻഡ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് കാഴ്ചകൾക്കപ്പുറം അങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും. കഥാകൃത്തും അങ്ങനെ തന്നെ ആയിരിക്കാം കണ്ടത്. ഇല്ലെങ്കിൽ സിനിമ കണ്ട നമ്മൾ അതിന് വേറൊരു മാനം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സിനിമയുടെ ടുവേർഡ്സ് എൻഡിൽ പുണ്യാളൻ്റെ ക്ലോഷർ സീനിൽ പുണ്യാളൻ പറയുന്നുണ്ട്, നീ വിജയിച്ചു എന്ന് വിചാരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു 3 കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, എക്സാക്ട് വേർഡ്സ് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏതാണ്ട് ഇതുപോലെയാണ് പറയുന്നത്. ആ 3 കാഴ്ചകളിൽ പുള്ളിയെ പറ്റിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ്റെ കഥാപാത്രം ജയിലിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഖുഷ്ബു, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവരുടെ റിയാലിറ്റി കാണിക്കുന്നത്, ഇതൊക്കെ മൈൻഡിലെ ഇല്യൂഷൻ ആണെന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും തോന്നുന്നത്. പിന്നെ പ്രിയാമണി തിരിച്ചു വരുന്നു, ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രിയാമണി വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഹിൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി ആരുടെ ലൈഫിൽ എടുത്താലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരാളായിരിക്കില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കാം നമ്മളെ ചതിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു നല്ല രസകരമായ രീതിയിൽ പറഞ്ഞു എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഒരുപാട് മികച്ച പെർഫോമൻസുകൾ, അങ്ങനെ പെർഫോമൻസുകൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഇപ്പോൾ കുടുംബ കല്ലറയിൽ ഇരുന്നിട്ട് കാരണവന്മാർ മാത്രം നീ പൊക്കോ ഇനി ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ കാരണവന്മാർ മാത്രം ഇരുന്നിട്ട് പറയും അവനുള്ളത് ഇരട്ടിയാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉള്ള മമ്മൂക്കയുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഭയങ്കര രസമാണ്. അതിലൊരു പ്രൗഡ് ഫീലുണ്ട്, ഒരു അഭിമാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്, അതെല്ലാം കലർന്നൊരു രീതി. എന്താ പറയുക, ഇത് പത്മശ്രീ കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്തുള്ള ബോധം കെടലിന് തൊട്ട് മുമ്പുള്ള ആ കണ്ണിങ്ങനെ ചെറുതായിട്ട് പോകുന്നുള്ള റിയാക്ഷൻസ്, കുറേ കാശ് ഒരു തൃശ്ശൂർക്കാരൻ്റെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ഊന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള മമ്മൂക്കയുടെ ഒരു എക്സ്പ്രഷൻ, അങ്ങനെ ഈ സിനിമയിൽ ഉടനീളം ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട തന്നെ ആവശ്യമില്ല. ഒരു തൃശ്ശൂർക്കാരൻ, ഒരു പണക്കാരൻ, ഒരു പണച്ചാക്ക് തൃശ്ശൂർക്കാരൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം എന്ന് അഭ്രപാളിയിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു തരം പരകായ പ്രവേശം. അതിനപ്പുറം ഈ ക്യാരക്ടറിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ദിസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി ഓഫ് മമ്മൂക്ക. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2010 ഇറങ്ങിയ ചിത്രം എപ്പോൾ കണ്ടാലും ഒരുപാട് ചിരിക്കാനും ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് പുതിയതായിട്ട് ഈ സിനിമയിൽ മിസ് ഔട്ടായ പുറകിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് തോന്നും. ഒരു എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് മമ്മൂക്ക ഗോ ടു മൂവിയിൽ ഇതും തീർച്ചയായിട്ടും പെടുന്നതാണ് ശരിക്കും. രാജമാണിക്യം, കോട്ടയം കുഞ്ഞച്ചൻ, അങ്ങനെയൊക്കെയുള്ള ജോണറിൽ വരുന്ന സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.